തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ഓണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വേറൊരു വൈബ് തന്നെയാണല്ലേ. കോഴിക്കോട് വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും മിൽമ രുചിച്ചോണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. നല്ല രുചികൾ നമ്മൾ പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്നും നല്ല രുചികൾ ആസ്വദിക്കുന്നവരാണ്. അത്തരം ഒരു രുചിയായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മളോടൊപ്പം ഒരാൾ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹായ്, നമസ്കാരം. ആദ്യം തന്നെ വരൂ. ഹാപ്പി ഓണം. നല്ല അണിഞ്ഞൊരുങ്ങി ഭംഗിയിലാണ് വന്നിരിക്കുന്നത് ചേച്ചി. ചേച്ചിയുടെ പേരൊന്ന് പറഞ്ഞു കൊടുത്തേ. ശ്രീജ സതീഷ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഒത്തിരി പരിപാടികളുണ്ട് കേട്ടോ ചേച്ചി. നമുക്ക് ക്യാമറയിലൂടെ കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ അടുപ്പിൻ്റെ അടുത്തോട്ട് വന്ന് നിൽക്കാം. അപ്പോൾ എഴുത്തുണ്ട്, ചെറുതായിട്ട് പാടും, ഡാൻസ് ഉണ്ട്. ഒക്കെ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നുണ്ട്, ഇപ്പം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒക്കെ വിശേഷം നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് ചേച്ചി ഇന്ന് എന്താ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്? കാളനാണ്. കാളൻ അല്ലേ? ഓക്കെ. കാളൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഏകദേശം തീരാറാകുമ്പോഴേ കാളൻ കൂടി വരുമ്പോഴേക്ക് അത് കുറച്ചുകൂടെ ടേസ്റ്റ്. രണ്ട് വിധത്തിലുണ്ട്, ഒഴിച്ചു കറിയായിട്ടും കുറുക്ക് കാളനും ഉണ്ട്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് എന്താ? കുറുക്ക് കാളനാണ്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? അടുപ്പ് കത്തിച്ച് ആദ്യം കൽച്ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ലേ? ഒന്ന് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് ഓക്കെ 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 ഓക്കെ. നമുക്കിനി എന്താ അടുത്ത് വേണ്ടത്? മഞ്ഞൾപ്പൊടി. പറഞ്ഞോളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി. ഓക്കെ, കുറച്ച് മുളക് പൊടി. മുളക് പൊടി കാശ്മീരി ആണോ? അല്ല, കാശ്മീരി മുളക് പൊടി. മല്ലിപ്പൊടി. സോറി, കുരുമുളക് നമ്മള് വെച്ചതാണ്, കുരുമുളക് പൊടിയാണ് വേണ്ടത്. ഓക്കെ, അത് ആയിട്ടില്ല. ഇനി ഇതിലോട്ട് എന്താ നമുക്ക് ഒഴിക്കേണ്ടത്? ഇതിപ്പോ കുരുമുളക് പൊടി മിക്സ് ചെയ്ത് വെച്ചാണോ? അരിച്ചു വെച്ചതാണ്. ഓക്കെ, കുറച്ചുകൂടി എളുപ്പമാവുകയും ചെയ്യും അല്ലേ? നമ്മളെ മഞ്ഞളുടെ കളറ് പോയി പോകും അല്ലെങ്കിൽ. ഓക്കെ ഓക്കെ. കപ്പ ആദ്യം നമ്മള് ഇത് കായ ചേന നമ്മൾ ആദ്യം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അളവ് എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഒരു ഓരോരുത്തർക്കും ഓരോ അളവാണ്. അപ്പൊ അത് നമ്മള് എല്ലാം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കായ ചേന വേവിച്ചിട്ട് നമ്മൾ നല്ലോണം ഉടയ്ക്കും. ഓക്കെ ഓക്കെ. ഇത് കുറച്ച് റിസ്ക് ഉള്ള ഒരു ആണല്ലേ? അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പൊ എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ നാളികേരം, ജീരകം, പച്ചമുളക് അരച്ച് മിക്സ് ചെയ്തിട്ട് തൈരും അത് കൂട്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. ചിലര് തൈര് ഇതിലേക്ക് ഒഴിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഈ എന്തൊക്കെയാണ് കാര്യമായിട്ട് എഴുതാറ്? എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതാറ്? കവിത എഴുതി തുടങ്ങി, ഭക്തി ഗാനങ്ങളാണ് ഇപ്പൊ എഴുതുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ എഴുതി, കവിതകളിൽ എഴുതി തുടങ്ങി. പിന്നെ ഒരു വളയനാട്ട് അമ്മേനെ കുറിച്ചൊരു ഗാനം ശ്രീജിത്ത് IPS സാറ് പാടി. അപ്പൊ ചില്ലറക്കാരിയല്ല, അടിപൊളി. അപ്പൊ സാറ് പാടിയ കുറെ ഭക്തി ഗാനങ്ങളുണ്ട്. അതിലൊന്ന് ചേച്ചിയുടെ ആണ്. പാടിയിട്ടുണ്ട് അല്ലേ? അന്ന് തൊട്ടാണ് ഭക്തിഗാനങ്ങളിലേക്ക് വന്നത്. ഇനിയിപ്പം ഭക്തിഗാനം ഇപ്പൊ ഓണപ്പാട്ട് ഇറങ്ങി. ഓണപ്പാട്ട് റിലീസായി ഈ ഓണത്തിന് റിലീസ് ആവുന്നു. അപ്പൊ ചെലവുണ്ട് നമുക്ക്. അപ്പൊ ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് എന്താ നമുക്ക്? നാളികേരം, തൈരും, പച്ചമുളക്. ഇത് എന്തൊക്കെയാന്ന് ഒന്നുകൂടെ പറഞ്ഞ്. എന്തൊക്കെയാണിത്? ഇതില് ജീരകം, പച്ചമുളക്, തൈര്, നാളികേരം. ഓക്കെ, മിക്സിയിലിട്ട് അടിച്ചിട്ട്. ഓക്കെ, ഇത് ആവശ്യത്തിന്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അല്ലേ? ഇത് പക്ഷെ രണ്ട് തരം വരുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ചുകൂടെ കുറുകിയിട്ടാണ്. പൊതുവെ കുറുകിയിട്ടിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നമ്മള് ഒഴിച്ച് കളാൻ പോലെ ഏതായാലും എനിക്ക് ഈ മൺചട്ടി ഇത് നല്ല രസമുണ്ട് അല്ലേ? അതിൽ കുറച്ചുകൂടി ടേസ്റ്റ് വ്യത്യാസമുണ്ട്. സാധാരണ എന്റെ കുട്ടിക്കാലത്തൊക്കെ മുത്തശ്ശി ഒക്കെ ഉണ്ടാക്കിയിരുന്ന ഇങ്ങനെ മൺചട്ടിയിലായിരുന്നു. ആണല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലാരൊക്കെ? ഹസ്ബൻഡ്, മകൻ MS ചെയ്യാണ്. ഫ്ലെയിം കുറച്ച് വെക്കും അല്ലേ? ഹസ്ബൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഓക്കെ, ശരി. കോഴിക്കോട് തന്നെ?
ഹസ്ബൻഡിന്റെ പേരെന്താ? സതീഷ്. സതീഷ്. ഓക്കെ. മകൻ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ MS ചെയ്യുന്നു. അനുപം. ഓക്കെ. അപ്പൊ ഇപ്രാവശ്യം ഓണത്തിന് വീട്ടിൽ എന്തൊക്കെയാണ് പരിപാടികൾ? വീട്ടില് മകൻ വരും, സദ്യ, പിന്നെ എന്റെ തറവാട്ടിലാണ് ഞങ്ങൾ. ഓ, ഏകദേശം ഇതിന്റെ പ്രൊസീജിയർ കഴിഞ്ഞു. അപ്പം ഇതിന്റെ പ്രൊസീജിയർ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് വറവിട്ട് അതിന്റെ ഫ്ലേവറിലൊക്കെ നമുക്ക് പോകാമെന്നുള്ള. ഇപ്പം എന്നാൽ അതിന് മുമ്പ് നമുക്ക് മിൽമ രുചിച്ചോണത്തിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം എല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പാകത്തിൽ നിന്നുള്ളൂ. എവിടെയും പോകണ്ട. ഇപ്പോൾ തിരിച്ചു വരാം. ചേച്ചി, ഇതിൽ നമ്മൾ ഉപ്പ് കുറച്ചുകൂടെ ഇടാൻ തോന്നുന്നു അല്ലേ? ഓക്കെ. ശരിക്കും നമ്മൾ സാധാരണ ലൂസായിട്ടുള്ള കാളം കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഒരു വേറൊരു ഫീലാണ്. ഓക്കെ. ഇത് നമുക്ക് ഒരു ഉപ്പിയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കുകയും ചെയ്യാം അല്ലേ? ഇത് വേറെ തന്നെ എടുത്ത് കഴിക്കത്. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഹസ്ബൻഡിന്റെ വീട്ടില്. ആണോ? ഓക്കെ. അമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കിയിരുന്നാണ്. ഓ, അമ്മയുടെ അടുത്ത് നിന്നാണ് നമുക്ക് ഇത് കിട്ടിയത്. എല്ലാ പാചകവും അമ്മയാണ്, ഹസ്ബൻഡിന്റെ അമ്മയാണ് പഠിച്ചത്. പിന്നെ ഹസ്ബൻഡിന്റെ ചേച്ചിയൊക്കെ നന്നായിട്ട് കാളാൻ. ഓക്കെ. അപ്പൊ നിങ്ങളെ ഫാമിലി കാളൻ സ്പെഷ്യലിസ്റ്റുകളാണ്. ഓക്കെ. എല്ലാവർക്കും ഇഷ്ടം ഇതാണ്, കാളനാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ ലൂസായിട്ടാണെങ്കിലും രണ്ടായാലും നമുക്ക് ചോറിനത് മതി. ഓക്കെ. ഇപ്പോൾ പാട്ടുകൾ എഴുതി എന്നൊക്കെ പറഞ്ഞു. എന്തായാലും പാട്ട് എഴുതി അത്യാവശ്യം പാടുമെന്നൊക്കെ എനിക്കറിയാം. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഏതെങ്കിലും ഒരു ചേച്ചി എഴുതിയ പാട്ടായാലും കുഴപ്പമില്ല. തുമ്പയും തൊടിയിലെ മുക്കുറ്റിയും കണ്ണാന്തളിയും കാക്കപ്പൂവും ഇന്നിതാ വീണ്ടും തിരികെ എത്തി മാമല നാടിനു പൊന്നോണമായി. അടിപൊളി. മാമല നാടിന് പൊന്നോണമാണ് നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. വളരെ സന്തോഷം. ചേച്ചി ചുമ്മാ പാട്ട് പാടില്ല എന്നൊക്കെ വെറുതെ പറഞ്ഞാണ്. നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. പക്ഷേ ചേച്ചി തന്നെ എഴുതിയ പാട്ട് പാടുക എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഹസ്ബൻഡൊക്കെ സഹായിക്കുമോ? അവിടെ ഫാർമസ്യൂട്ടിക്കൽസ് ചെന്ന് സഹായിക്കാറുണ്ടോ? ആണ്. അവിടെ ഡ്യൂട്ടി ഉണ്ടോ ശരിക്കും? ഇടയ്ക്ക് പോയിട്ട് ഹെൽപ്പൊക്കെ ചെയ്യും അല്ലേ? കുക്കിങ്ങിൽ ഹസ്ബൻഡ് സഹായിക്കാറുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് വന്നാൽ വല്ലതും ചായ ഉണ്ടാക്കും. ഭാഗ്യം, അത്രയെങ്കിലും കിട്ടിയതല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഇനി എന്താ ഉള്ളത്? ഇനി വറവിടാനല്ലോ. ഓക്കെ. എന്തൊക്കെയാണ് വേണ്ടത്? കടുക്, വറ്റൽമുളക്, കറിവേപ്പില. ഓക്കെ. കത്തിക്കാം അല്ലേ? വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അപ്പൊ ഇപ്രാവശ്യം എന്തൊക്കെയാ ഓണം പരിപാടികൾ? ഓണം സാധാരണ എന്റെ അമ്മ ഉണ്ട്, 96 ആയി ഏജ്. അപ്പം ചേച്ചിമാര് ഏട്ടന്മാര് എല്ലാവരും ഞങ്ങൾ തറവാട്ടിലാണ് ഓണാഘോഷം ഉണ്ടാക്കുന്നത്. ഓ, അടിപൊളി. തറവാട് എവിടെയാ? ചേളന്നൂര്. ആഹാ. ഓക്കെ. ഓക്കെ. പഴയ തറവാടാണ്. ഏട്ടന്മാരും എല്ലാവരും എത്തും. ഓക്കെ. അമ്മയുടെ അടുത്താണ് ഓണം വിഷു. അപ്പൊ ഒരു സംഗമം കൂടിയായി, ഒരു ഫാമിലി മീറ്റും കൂടിയായി. അടിപൊളി. അപ്പൊ എല്ലാരും കൂടെ ചേർന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. അവിടെയും നമ്മൾ കാളിനാണോ സ്പെഷ്യലൈസ് ചെയ്യാം? അവിടെ എഴുത്തമ്മമാരാണ് കൂടുതലും ഉണ്ടാവുക. ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും അവരൊക്കെ സെറ്റാക്കി വെക്കും. പിന്നെ ചെറിയേട്ടൻ നന്നായിട്ട് പാചകം ചെയ്യും. കൂടുതലും ഏട്ടനാണ്. ആണ്. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പോവാൻ നല്ല ഭക്ഷണം കഴിക്കുക. നമ്മളെ വരുമ്പോഴത്തേക്കും എല്ലാം റെഡി ആയിട്ടുണ്ടാവും. കുട്ടിക്കാലത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഓണത്തിന്റെ എന്തെങ്കിലും? കാലത്ത് നമ്മളെ വീട്ടില് ഒരുപാട് തൊടി ഉണ്ടായിരുന്നു. അപ്പൊ തൊടിയില് തുമ്പപ്പൂവ്, പൂ പറിക്കാൻ പോലെ ഭയങ്കര നമ്മുടെ നാട്ടില് പൂക്കൊട്ട ഉണ്ടാക്കി തരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. പനയോല വെട്ടിയിട്ട് അപ്പൊ അത് കഴുത്തിലിട്ടിട്ട് നമ്മളെ തൊടിയിലും തികയാത്തത് അടുത്തുള്ളവരെ പറമ്പിലും പോയിട്ട് പറിച്ച് പൂക്കൊട്ടകളിൽ നിറച്ചു. പണ്ട് പൂ അടിച്ചു മാറ്റുമായിരുന്നു അല്ലേ? അപ്പുറത്തെ വീട്ടിൽ നല്ല പൂക്കളുണ്ടാവും, അവർ ജമ്പതി തരൂല, നമ്മളെല്ലാം കൂടി മതിലിന്റെ മുകളിൽ കൂടെ കയറി അടിച്ചു മാറ്റും. പക്ഷെ അത് ഭയങ്കര രസമുള്ളൊരു ഓണാണ് അല്ലേ? കുട്ടിക്കാലത്ത് എല്ലാരും നമ്മൾ ഒത്തൊരും. പിന്നെ എക്സാം ഒക്കെ അതിന്റെ ഇടയ്ക്ക് ഉണ്ടാവുമായിരുന്നെങ്കിലും എക്സാമിനൊന്നും അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ എക്സാം മത്സരങ്ങളൊന്നും ഇല്ലല്ലോ. എഴുതി
അമ്മമാരും അത്ര കുട്ടികളെ അയ്യോ എക്സാം ആണ് പോകരുതെന്ന് പറയില്ലേ. അതെ 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 അതെ. അപ്പൊ നമ്മളൊക്കെ എല്ലാരും കൂടെ അങ്ങനെ കസിൻസും ഒക്കെ ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഇപ്പൊ വലുതായതിനു ശേഷം അങ്ങനെയൊക്കെ പൂപ്പറിക്കാൻ പോയിട്ടുണ്ടോ? വെറുതെ ആളുകൾ തല്ലി ഓടിക്കും. ഇപ്പൊ നമുക്ക് ഇൻസ്റ്റന്റ് അല്ലല്ലോ. അതെ അതെ അതെ. അപ്പോൾ വറവൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വറ്റൽമുളകും ഇപ്പം ഇതൊക്കെ വന്നിട്ട് എല്ലാം കൂടി നല്ല കുറച്ച് മുകളിൽ ഇങ്ങനെ അതിൻ്റെ കിടക്കണം അല്ലേ? കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും സാധാരണ നമ്മൾ കാണുന്ന കാളയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി കുറുകിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാളൻ എന്ന് പറയുമ്പോൾ വളരെ ലൂസായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് എങ്ങനെ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്ക്. പക്ഷേ ഇതിപ്പോൾ ടേസ്റ്റ് ചെയ്താൽ എൻ്റെ തൊണ്ട പൊള്ളി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ആയിട്ടുള്ള വേറൊക്കെ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഒരുപാട് സന്തോഷം ചേച്ചി. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം അടിഗംഭീരമാക്കുക. തറവാടിലെ ഗംഭീര ഓണമാവട്ടെ. ഓക്കെ, നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയുള്ളത്? എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. യെസ്, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ബൈ.